Sri George Balajan, the Chief Guest of the day and well-known media person in Kerala, Mr. Pradeep, PJ President, Reverend Sister Adi, Provincial Superior, Sister Studi, Principal of the school, and parents and their students. നല്ല ഒരു മോട്ടിവേറ്റിംഗ് ടോക്ക് ഇതിനോടകം തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ട് കാലഘട്ടത്തെ ജോർജ് ബളിക്കൻ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുമുണ്ട്. ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ കലാലയത്തെ സംബന്ധിച്ചിലും ഒരു യുണീക്നെസ് ഉണ്ട്. അതിന് ഒരു വർഷത്തെ പെർഫോമൻസൊക്കെ ഒന്ന് വാല്യൂറ്റ് ചെയ്യുന്ന സമയമാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി അവസരം കിട്ടുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പേരൻസിനെയും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ വലിയൊരു അവസരമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം ബേസ് ഓഫ് ലൈഫ് ലോങ് പ്രോസസ്, ഫോർമേഷൻ്റെ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസം. ഉറച്ച അടിസ്ഥാനമിടുക എന്നുള്ളതാണ്. അവിടെ നിന്നുമാണ് ഒരു വ്യക്തി ആരായിത്തീരുമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഗ്രീക്ക് ഫിലോസഫിയിൽ ഒരു വാക്കുണ്ട്, നോളജ് ഇസ് ദി പവർ എന്നാണ് പറയുന്നത്. പ്രസിദ്ധനായ ഗ്രീക്ക് ഫിലോസഫർ ഡയോജനീസ്, ദി മെൻ ഓഫ് ഫ്യൂ വേർഡ്സ്, അധികം വർത്താനം പറയുന്നില്ല. അവിടെ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ മോറൽ വാല്യൂസ് എല്ലാം നഷ്ടപ്പെട്ടു പോയി. മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞപ്പോഴേ അവരുടെ നഗരരാഷ്ട്രം വിളിച്ചുകൂട്ടി എന്താണ് ചെയ്യുന്നത്, എന്ത് ചെയ്യാൻ പറ്റും. ആൾക്കാരിങ്ങനെ ഡിസ്കഷൻസൊക്കെ ഇങ്ങനെ ലീഡേഴ്സ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഡയോജനീസ് പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് കയറി വന്നു. ഡയോജനീസിൻ്റെ കയ്യിൽ ഒരു ചീഞ്ഞ ആപ്പിൾ ഉണ്ടായിരുന്നു. ഈ ചീഞ്ഞ ആപ്പിൾ കാണിച്ചിട്ട് ഡയോജനീസ് പറഞ്ഞു, ഈ ആപ്പിൾ ചീഞ്ഞു പോയി, ഇതിന് തിന്നാൻ കൊള്ളത്തില്ല, അത് പുറത്തെറിയാനേ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് നല്ല അരിയുണ്ട്. ഈ അരിയെടുത്ത് നല്ലതുപോലെ കിളിപ്പിച്ച് വെള്ളവും മുളകും ഒക്കെ കൊടുക്കാവുന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ല നല്ല ഫലങ്ങൾ ഇതിൽ നിന്നും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഡയോജനീസ് ഇറങ്ങിപ്പോയി. എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അതായത് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഫോർമേഷൻ്റെ ബേസ്, അതുകൊണ്ട് ഗ്രീക്കിൽ നോളജ് ഈസ് ദി പവർ, ബേസാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ കുട്ടികളെ ബേസ് ഇടുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ചിന്തിച്ച് നല്ല ഫോർമേഷൻ ടൈം നല്ലതുപോലെ കൊടുത്താലാണ് അവർക്ക് വളർന്ന് വലുതാവാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹു ഈസ് ദി വെൽത്തിയസ്റ്റ് മാൻ ഇൻ ദി വേൾഡ്? ആരാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യനാരാ? സാറിന് കോളേജിൽ കുട്ടികളോട് ചോദിക്കാറുണ്ട്. പലരും പറയും, പക്ഷെ പറയാറുണ്ട് ഇപ്പോഴത്തെ ആൻസർ എന്ന് ചോദിച്ചാൽ ദി മെൻ ഓഫ് ഐഡിയാസ്, ആശയങ്ങളുള്ളവനാണ്. നോട്ട് ഹു ഓൺ ലാർജ് പ്രോപ്പർട്ടീസ്, ഒത്തിരി സ്ഥലങ്ങളോ ഇതൊന്നും കൈകാര്യം ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ദി മെൻ ഓഫ് ഐഡിയാസ്, ആശയങ്ങളുള്ളവനാണ്, അറിവുള്ളവനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ചെറിയ രാഷ്ട്രങ്ങളൊക്കെ വലിയ സമ്പന്ന രാഷ്ട്രങ്ങളായിട്ട് വളർന്നു വന്നത് പ്രത്യേകിച്ച് സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കും. അതുകൊണ്ട് നല്ല ബേസിക് ഫോർമേഷൻ കിട്ടും. പലരും ഫോർമേഷൻ, ലോകത്തിലെ ഏറ്റവും നല്ല ഫോർമേഷൻ അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് ഏറ്റവും നല്ല ഫോർമേഷൻ കിട്ടിയ ആൾക്കാരാണ്. അവിടെ പറയുകയാണെങ്കിൽ ഒരു പ്രസംഗത്തിലാരോട് പറഞ്ഞ പോലെ ദി അലക്സാണ്ടർ ഗ്രേറ്റ് ഈസ് ഫോർമേറ്റഡ് ബൈ അരിസ്റ്റോട്ടിൽ ദി ഫിലോസഫർ. അരിസ്റ്റോട്ടിൽ ദ ഫിലോസഫറാണ് അലക്സാണ്ടർ ഗ്രേറ്റിനെ ഫോർമേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ലോകത്തെ മഹാന്മാർ നോക്കുമ്പോൾ നല്ലൊരു ബേസിക് ഫോർമേഷൻ കൊടുക്കുമ്പോഴാണ് നല്ലവരായിട്ട് വലിയവരായിട്ട് വളരുന്നത്. ഇപ്പോൾ എഡ്യൂക്കേറ്ററെ സംബന്ധിച്ചും പ്രത്യേകിച്ചും പറയാനുള്ളത്, എഡ്യൂക്കേഷൻ ഈസ് ഗ്ലോബലൈസ്ഡ്. ഇനി ഏത് കുട്ടിക്കും എവിടെയും പഠിക്കാം, എവിടെയും ജീവിക്കാം, എവിടെയും ജോലി ചെയ്യാം. എഡ്യൂക്കേഷൻ ഈസ് ഗ്ലോബലൈസ്ഡ്. There is no classroom competition. ക്ലാസ്റൂം കോമ്പറ്റീഷൻ ഒന്നും ഇനിയില്ല. ഓരോ കുട്ടിയും ലോകത്തിലെ ഓരോ കുട്ടിയായിട്ട് കോമ്പീറ്റ് ചെയ്യണം. കാരണം ലോകത്തിൽ എവിടെയും ജോലി ചെയ്യാമെങ്കിൽ അടുത്ത സീറ്റിലിരിക്കുന്ന വ്യക്തി ഒന്നെങ്കിൽ ഒസാക്ക യൂണിവേഴ്സിറ്റി ജപ്പാനിൽ പഠിച്ചതായിരിക്കും, യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ പഠിച്ചതായിരിക്കും, ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ പഠിച്ചതായിരിക്കും. ആ ലോകത്തിലെ മറ്റേതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കുട്ടിയുമായിട്ടാണ് ഈ കുട്ടി കോമ്പീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് എഡ്യൂക്കേഷന് ഗ്ലോബലൈസ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് നിലവാരം, എല്ലാ രീതിയിലും നിലവാരമുള്ള നല്ല എക്സ്പോഷർ ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുന്നു റാങ്ക് ഹോൾഡേഴ്സിനെയൊന്നും അല്ല ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്, സ്കിൽഡ് പേഴ്സണാലിറ്റിയാണ്. നല്ല എക്സ്പോഷറുള്ള ആൾക്കാരെയാണ് പലരും പ്രിഫർ ചെയ്യുന്നത്.
ഞാൻ ലോ കോളേജിലേക്ക് ഫസ്റ്റ് അഡ്മിഷൻ അപ്പോൾ KC ചന്ദ്രമാനസിലെ വൈസ് ചാൻസലറുണ്ട്, പ്രിൻസിപ്പൽ ഗിരീശങ്കർ സാറുണ്ട്, ഉണ്ട്. ഞാനും ആ ഇൻ്റർവ്യൂ ബോർഡിൽ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അവർ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഒരു കുട്ടിയുടെ മാർക്ക് ചോദിച്ചില്ല. അവർ ചോദിച്ചതാ, സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ, സ്റ്റേജിൽ പാട്ട് പാടിയിട്ടുണ്ടോ, ഡാൻസ് കളിച്ചിട്ടുണ്ടോ, സ്റ്റേജിൽ എന്തെങ്കിലും പ്രോഗ്രാം നടത്തിയിട്ടുണ്ടോ. ഓക്കെ. ഏറ്റവും അവസാനമായിട്ട് ചോദിച്ചത് നിനക്ക് അക്കാഡമിക്സ് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതുകൊണ്ട് ലോ കോളേജിൻ്റെ അടുത്ത് അഡ്വക്കേറ്റ് ആകാൻ പഠിക്കുന്ന കുട്ടിയെ നല്ല എക്സ്പോർട്സുള്ള കുട്ടി വന്നുവെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. അതാണ് സ്കിൽ പേഴ്സണാലിറ്റി ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് റാങ്ക് ഹോൾഡേഴ്സിനൊന്നും അല്ല ഇന്ന് കമ്പനികൾ അന്വേഷിക്കുന്നത്, നല്ല സ്കിൽഡ് പേഴ്സണാലിറ്റിയാണ് അന്വേഷിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പ്ലേസ്മെൻറ്റ് ഏജൻസികൾ, ഞാൻ കുട്ടികളുടെ ഇടയിൽ ഒരു 9 വർഷം കുട്ടികളുടെ കോളേജിൽ താമസിച്ച വ്യക്തിയാണ്. ഒരു 3500 സ്റ്റുഡൻസ് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടായിരുന്നു. 2500 ഹോസ്റ്റലേഴ്സ് ആയിരുന്നു കുട്ടികളുടെ അത്രയും കാലഘട്ടം താമസിച്ച. ഐ നോ ഇറ്റ് വെരി വെൽ, ഫോർമേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ പ്ലേസ്മെൻറ്റ് ഏജൻസികളൊക്കെ വരുമ്പം നമുക്ക് ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. That is subject, a good communicative skill, then an appealing personality. ഈ 3 കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അല്ലേ? അഡാപ്റ്റീവ് സബ്ജക്റ്റ് അവരെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സോഴ്സിൽ നിന്നും എടുക്കുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആ സോഴ്സിൽ നിന്നും ഏറ്റവും നല്ലതിനെ എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ കുട്ടികൾ പറയുന്ന എക്സാമ്പിൾ, ഒരു റബ്ബർ നേഴ്സിൽ 10,000 റബ്ബർ തൈ നിൽപ്പുണ്ടായിരുന്നു. ഒരു കർഷകൻ 500 റബ്ബർ തൈ ആവശ്യമുള്ളൂ. ഏറ്റവും നല്ല 500 എടുത്ത് അതിൽ ഫീൽഡിൽ കൊണ്ടുപോയി നല്ല വളവും പരിചരണവും കൊടുത്ത് നല്ല ക്രോപ്പ് എടുക്കും. സോഴ്സിൽ ദർ ഇസ് നോ റെക്കമെൻഡേഷൻ. ഏറ്റവും സ്കില്ലിനെ എടുക്കും. പിന്നെ ഗുഡ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ, നല്ലൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നല്ല ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്നത് ഈ ശനിയാഴ്ചത്തെ പത്രത്തിൽ ഋഷിരാജ് സിംഗ് IPS ഒരു ചെറിയ ഷോർട്ട് റൈറ്റിംഗ് ഉണ്ട്. അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഭാഷയിൽ ഒഴുക്കും അറിവുമാണ് വേണ്ടത്, ഗ്രേഡില്ല. ഫ്ലൂവൻ്റായിട്ട് സംസാരിക്കാൻ പഠിക്കണം. മികച്ച മലയാളവും ഇംഗ്ലീഷും ഭാഷാ വിദ്യാഭ്യാസം കേരളത്തിൽ നൽകുന്നുണ്ടെങ്കിലും കോഴിക്കോടെ ഫ്ലൂവൻ്റായിട്ട് സംസാരിക്കാൻ ഒരു കുട്ടികൾക്കും അറിയിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള പരിശീലനവും നൽകുന്നുമില്ല. അറിവ് ഉണ്ടായിരുന്നിട്ടും ഭാഷ അറിയാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അവർ ഫ്ലൂവൻ്റായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, ഭാഷ ഉപയോഗിക്കാൻ അറിയത്തില്ല. അതുപോലെ ഗുഡ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ, ലീഡർഷിപ്പ് ക്വാളിറ്റി അത് ആവശ്യമാണല്ലോ. ദെൻ ആൻ അപ്പീലിംഗ് പേഴ്സണാലിറ്റി, ആൻ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിലാണ് കുട്ടികൾക്ക് എന്താ പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ക്ലാസ് റൂമിൽ വെച്ചാണ് കുട്ടികളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 categories of students in a classroom. First section for higher studies and research, the second section for entrepreneurs, the third section for industry. നല്ല പാണ്ഡിത്യത്തിലെ റിസർച്ച് ആൻഡ് കോൺട്രിബ്യൂഷൻ നല്ല കുട്ടികളെ 3 ആയിട്ട് തിരിക്കണം അല്ലേ? ഈക്വൽ ആ 3 അല്ലേ? റിസർച്ചിലേക്ക് പോകുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുക. നിങ്ങൾ ഇലക്ട്രിസിറ്റി ഇൻവെന്റഡ് ബൈ മൈക്കിൾ ഫാരഡേ is for generations and generations, the end of the world for all humanity. സെക്കൻഡ് സെക്ഷന് entrepreneurs, സംരംഭകർ, നല്ല ഇനീഷ്യേറ്റീവ്സ്, നല്ല എനർജറ്റിക്, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ, ഇൻഡസ്ട്രിയിൽ നല്ല എക്സലൻ്റ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് കാൻഡിഡേറ്റ്സിനെയാണ് എന്നാ പറയുന്നത്. നമുക്ക് ആവറേജിന് ഒന്നും വലിയ ആവശ്യമില്ല. അപ്പോൾ ഏത് രീതിയിലും പല ഫീൽഡിലേക്കാണ് കുട്ടികൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഏത് ഫീൽഡിൽ ചെന്നാലും നമ്മുടെ കുട്ടികൾ വിജയിക്കാൻ പഠിപ്പിക്കണമെങ്കിൽ നല്ല ബേസ്, നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം, നല്ല എക്സ്പോഷർ ഉണ്ടായിരിക്കണം, നല്ല സ്കിൽഡായിരിക്കണം. ഈ ഒളിമ്പിക്സിൽ പറയുന്ന കാര്യമുണ്ടല്ലോ, അതിൻ്റെ ആ ഡിക്റ്റം ഇതാണ്, നോട്ട് ടു വിൻ ബട്ട് ടു പാർട്ടിസിപ്പേറ്റ്. സമ്മാനം കിട്ടുക എന്നുള്ളതല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വിൻ ചെയ്യുന്ന ആൾക്ക് എന്നാ കിട്ടുന്നത്? ഒലിവ് കൊണ്ടും മെടഞ്ഞ് ഒരു കിരീടമേ കിട്ടത്തുള്ളൂ. ഇപ്പോഴാണ് വലിയ സമ്മാനങ്ങൾ, അന്ന് അത്രേ കിട്ടത്തുള്ളൂ, വേറെ ഒന്നും കിട്ടത്തില്ല. സോ നോട്ട് ടു വിൻ ബട്ട് ടു പാർട്ടിസിപ്പേറ്റ്. നമ്മുടെ കുട്ടികളെ എല്ലാ രംഗത്തും നല്ല എക്സ്പോഷർ, എല്ലാ രംഗത്തും വരെ മുൻപന്തി നല്ല കാര്യങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. നല്ല എക്സ്പോഷർ ഉണ്ടായിരിക്കണം, നല്ല സ്കിൽഡായിരിക്കണം, നല്ല കമ്മ്യൂണിറ്റി സ്കിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ എന്നാ പറയുന്നത് സ്കൂൾ ഡേ ദിവസമാണ് എല്ലാം
നല്ല എന്താ പറയുക ഫോർമേഷൻ നല്ല ബേസാണ്. അങ്ങനെ കുട്ടികൾക്ക് നല്ല രീതിയിൽ അവരെ ഫോർമേറ്റ് ചെയ്താൽ അവരെ നല്ല ലോകത്തിൽ എവിടെയും പോകും. ഞാൻ സാധാരണ പറയാറുണ്ട്, നല്ലത് കാണിച്ച നല്ലതിലേക്കും മോശം കാണിച്ച മോശത്തിലേക്കും ഒന്നും കാണിക്കുന്നത് തോന്നിവാസം പോകും. എല്ലാ തലങ്ങളിലും അല്ല നേരത്തെ പ്രസംഗം സൂചിച്ചു, എല്ലാ തലങ്ങളിലും ശ്രദ്ധിച്ച എങ്കിൽ മാത്രമാണ് നല്ല ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ സ്കൂൾ നന്മ വരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് വിളിച്ചിട്ടുണ്ട്.